Micromax 32A IPS 900 HDI എന്ന മോഡലിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാം ഡിസ്പ്ലേയിനകത്ത് ഒരുപാട് വെർട്ടിക്കൽ ലൈൻസുകളും അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻസുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ പാനൽ റിപ്പയർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് വരുന്നത് LG എന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ നമുക്ക് അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനായി ടിവിയുടെ ഫ്രെയിം ഉൾപ്പെടെ എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതുപോലെ ബോർഡിൽ നിന്നും ഡിസ്പ്ലേക്കുള്ള കണക്ടേഴ്സ്, അതായത് FFC കേബിളുകൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അത് ബ്രേക്ക് ആവാനും അതുപോലെ പാനലിനോ അല്ലെങ്കിൽ ബോർഡിനൊക്കെ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് LG എന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് കിടക്കുന്നതും LG എന്ന ബ്രാൻഡ് തന്നെയാണ്. സോ കുറച്ചുകൂടെ ഈ സീരീസിൽ 32 സീരീസിൽ ഏറ്റവും ബെറ്റർ ഡിസ്പ്ലേ ഏതാണെന്ന് ചോദിച്ചാൽ LG തന്നെയാണ്. പിന്നെ BOE എന്ന കമ്പനി ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞത് സാംസങ് എന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ്. ഏറ്റവും വില കുറഞ്ഞ ടിവികളിൽ വരുന്നത് സാംസങ് ഡിസ്പ്ലേ ആണ്. 6000 അതുപോലെ 7000 റുപ്പീസിനൊക്കെ കിട്ടുന്ന ടിവികളിൽ വരുന്നത് സാംസങ് ഡിസ്പ്ലേ ആണ്. അതിന് പൊതുവേ ലൈഫും കുറവാണ്, അതുപോലെ ഒരു പിക്ചർ ക്വാളിറ്റിയും വളരെ കുറവാണ്. നിങ്ങളുടെ വീട്ടിലെ TV കംപ്ലൈൻ്റ് ആയി, ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി അത് മാറുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ അതിനകത്തുള്ള ഡിസ്പ്ലേ LG ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 6 to 7 ഇയേഴ്സ് മാക്സിമം ലൈഫ് കിട്ടാറുണ്ട്. അതല്ല അതിന് മുമ്പ് കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ ആവാനാണ് ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് LG തന്നെ അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്കൊരു 4 വർഷം കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റും. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ പൊതുവേ വില കുറഞ്ഞ ടിവിയിലാണ് കണ്ടുവരുന്നത്. സോ അത് എത്രത്തോളം ലൈഫ് കിട്ടുന്നത് നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. LG ആണെങ്കിൽ മിനിമം ഒരു 4 ഇയേഴ്സ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ LG ആണ്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം, ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തതിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പിക്ചർ എന്തോരം ഡെപ്ത് ഉണ്ട്, എന്തോരം ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത് എന്ന വീഡിയോ അല്ല ഇത്. നിങ്ങൾക്ക് ഏത് ഡിസ്പ്ലേ ആണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. സോ അതുകൊണ്ട് വീഡിയോ ആ തരത്തിലെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പിക്ചർ എന്തോരം ഡെപ്ത് ഉണ്ട്, എത്രത്തോളം അത് ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.